വന്ദേ ഭാരത് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, 2 ദിവസമായി എൻ്റെ നാട് വെള്ളത്തിലാണ്. കണ്ടില്ലേ, വെള്ളം കുറയുന്ന ലക്ഷണമില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തേക്കാൾ വെള്ളം അല്പം കൂടി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെയും വാർത്തയ്ക്കകത്ത് വന്നത് അതിശക്തമായ മഴ വീണ്ടും തുടരുമെന്നാണ്. ഇതാ വീടുകൾ വെള്ളത്തിനടിയിലാണ്. ഇതാണ് എൻ്റെ നാടിൻ്റെ സ്ഥിതി. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന എൻ്റെ മേഖലയിൽ ആർക്കും ഇങ്ങോട്ട് വരാനോ ഇവിടുന്ന് ആർക്കും അങ്ങോട്ട് പോകാനോ കഴിയാത്ത അവസ്ഥയാണ്. ഞാനും വെള്ളത്തിലൂടെ നടന്നു മാറുകയാണ്. രാവിലെ തന്നെ വെള്ളം കുറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇന്നലത്തെ വെള്ളത്തിൻ്റെ സ്ഥിതിയൊക്കെ കണ്ടപ്പോൾ ഇന്ന് രാവിലെ വെള്ളം കുറയും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത്. പക്ഷേ എങ്കിൽ വെള്ളം കൂടുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി ഇവിടെ തുടരുമ്പോൾ എങ്ങനെയാണ് അടങ്ങിയിരിക്കുക? ഇവിടെ ചില വീടുകൾ മാത്രമേ വെള്ളത്തിനകത്തായിട്ടുള്ളൂ, വെള്ളം അതിൽ കയറിയിട്ടുള്ളൂ. എന്നാൽ മിക്ക വീടുകളും വെള്ളം കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ വീടുകളിൽ കഴിയുകയാണ്. ഏറെ എങ്ങും പോകാതെ വീടുകളിൽ തന്നെ കഴിയുകയാണ്. പക്ഷേ ദുഃഖകരമായ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള വീട്ടുകാരെ ആരും ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. വീടുകളിൽ കഴിയുന്ന വെള്ളം കയറാത്ത വീട്ടിലുള്ള ആളുകളെപ്പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. വിശേഷിച്ച് മെമ്പർമാരോ MLA മാരോ ഒരു സർക്കാർ സംവിധാനവും ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇങ്ങനെയുള്ളവരെ അന്വേഷിച്ച് വരാറുമില്ല. സ്ഥിതി എന്താ എന്ന് ചോദിച്ചാൽ, അവരാണ് ശരിക്കും ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത്. ക്യാമ്പുകളിൽ അത്യാവശ്യം ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം കൊണ്ടെത്തിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളിൽ പെട്ടുപോയവർ, 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവർ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർ, അവരുടെ വീടുകൾ മിക്കവാറുമൊക്കെ വിഷമസ്ഥിതിയിലാണ്. പുറത്ത് പറയാൻ കഴിയാത്തത് നിമിത്തം ദുരഭിമാനമൊക്കെ കാരണം അവർ വിശന്നിരിക്കുകയുമാണ്. പല വീട്ടിലും ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് തീർന്നു കാണാനാണ് സാധ്യത. കാരണം ഒരു പ്രളയം വരുമെന്നോ പ്രളയം ഇങ്ങനെ നീണ്ടു നിൽക്കുമെന്നോ അതുകൊണ്ട് നേരത്തെ തന്നെ ആഹാര സാധനങ്ങൾ കരുതണമെന്നോ ഉള്ള ചിന്തകൾ ആർക്കും തന്നെ ഉണ്ടാവില്ല. അത് നിമിത്തം മിക്ക വീട്ടിലും രാവിലെ ചായ കുടിച്ചോ എന്ന് പോലും സംശയമാണ്. എന്തായാലും ഞാനൊന്ന് ഇറങ്ങുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് ചെയ്യണം. പല വീടിൻ്റെയും അവസ്ഥ ഇതാണ്. വീട്ടിനകത്ത് വെള്ളം കയറിയിട്ടില്ല, പക്ഷെ പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിനുള്ളിൽ പെട്ട് കിടക്കുകയാണ്. സൗണ്ടോ? ഹലോ പത്മേ, എവിടാ? എന്തുവാ വരയ്ക്കാതിരിക്കുകയാണോ? എണീറ്റ് വരുന്നേ ഉള്ളോ? എന്തിയെ സാവോട്ടിനും കിടക്കുകയെന്നോ? അതേ വെള്ളം താഴുന്ന ലക്ഷണമൊന്നുമില്ല. വെള്ളം പിന്നെ ഇച്ചിവിടെ കയറി. അല്ല, ഇന്നലെ ഞാൻ അടയാളം വെച്ചിരുന്നതിനകത്ത് ഒരു 2 ഇഞ്ച് കൂടെ വെള്ളോട്ട് കയറിയിരിക്കുക. എങ്ങനെയാ, വീട്ടിൽ സാധനം എല്ലാം ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? രാവിലെ ചായ കുടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല, ഞാൻ ഒന്ന് നടന്നേച്ച് വരട്ടെ. പല വീടുകളിലും സാധനങ്ങൾ കാണത്തില്ല. അപ്പോൾ എന്താ സ്ഥിതി എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി എന്നാ. മഴ പത്തനംതിട്ട വീണ്ടും ശക്തിപ്പെടുമെന്നാണ് പറയുന്നത്. ഉരുള് പൊട്ടിയോ എന്നറിഞ്ഞുകൂടാ. ഡാമുകൾ 1-2 ഒക്കെ തുറന്നു വിട്ടിരിക്കുന്നു. ആണോ? വീണ്ടും ഉരുള് പൊട്ടിയോ? എന്നാ നല്ല കളി. വെള്ളം താഴുന്ന കാര്യം ഉടനെ പ്രതീക്ഷിക്കണ്ട. എന്ത് ഇവിടെ എല്ലാവരും ഉണ്ടോ? ഉറക്കം എണ്ണീറ്റില്ലേ? എന്താണ് അവസ്ഥ? എന്താണ് പറഞ്ഞു? സങ്കടങ്ങൾ പറഞ്ഞു. നമുക്കെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങൾ പങ്കിടാം. എന്താ പ്രശ്നം? വീട്ടിൽ സാധനം എല്ലാം ഉണ്ട്? എല്ലാം തീർന്നിരിക്കുക. ഒന്നുമില്ല. ഇവിടെ ചങ്ങാടം സംഘടിപ്പിക്കാൻ മാർഗമുണ്ടോ? നമുക്ക് നീ എന്നോട് എൻ്റെ കൂടെ വരാമോ? നമുക്ക് ഇവിടുന്ന് പാളത്തെ വരെ ഒന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കലിശ്ശേരിക്ക് നടക്കാം. കലിശ്ശേരിക്ക് നടന്നു പോയി ഇച്ചിരി സാധനം മേടിച്ചോണ്ട് വരാം. ചങ്ങാടം ഇവിടെ പിള്ളേരാരുണ്ട് ചങ്ങാടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ചങ്ങാടം ഒന്ന് സംഘടിപ്പിക്കാമെങ്കിൽ, അല്ലാതെ ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു? അപ്പൊ അതേ കയറി നമുക്ക് ആ റെയിൽവേ പാളം വരെ ഒന്ന് കയറാൻ പറ്റിയാലേ പിന്നെ അങ്ങ് നടക്കാമെന്ന്.
എവിടെയെങ്കിലും കലിശ്ശേരിക്ക് പോകാനുണ്ട്. അല്ല, ഇവിടുന്ന് ഇപ്പോൾ കട തുടങ്ങില്ലല്ലോ. കലിശ്ശേരിക്ക് പോകാൻ പറ്റത്തില്ല. കലിശ്ശേരി ചെന്ന് അവിടുന്ന് കടകളിലെങ്ങാനും വല്ലതും കിട്ടുകയാണെങ്കിൽ മിക്കവാറും കടകളിലെ സാധനങ്ങളും അതാണ്. ഇന്നലെ ഞങ്ങളുടെ സുനിലും വിളിച്ചു ചോദിച്ചു അമ്മാമ്മ സാധനങ്ങളൊക്കെ ഉണ്ടോ. ഞാൻ പറഞ്ഞു അല്ല, ഈ ദൂരെ നിന്ന് അവർ വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണ്ടേ. സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മേടിച്ചു തരാനൊക്കെ ആളുകൾ റെഡിയാണ്. പക്ഷേ അവരെങ്ങനെ ഇവിടെ വരും? അപ്പോൾ അതിന് നമ്മൾ തന്നെ എന്തെങ്കിലും എന്തോ പുളിയാണോ? അതൊക്കെ എൻ്റെ ഭാര്യയോട് ചോദിക്കുക. അത് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാ. പല വീടുകളും വളരെ ബുദ്ധിമുട്ടിലാണ്. ഒറ്റ വീട്ടിൽ സാധനങ്ങളില്ല, പാലില്ല, ചിലയിടത്ത് മരുന്നില്ല, പട വിഷമിക്കുന്നു. പല ആളുകളും ഭയങ്കരമായ മാനസികമായ സംഘർഷത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഹലോ, ഞാൻ രാവിലെ ഇവിടെ വന്ന് വിളിച്ചിട്ട് ഇവിടെ ആരുടെ അനക്കൊന്ന് ഞാനില്ലായിരുന്നു, തിരുവനന്തപുരത്ത് പോയി പെട്ട് കിടക്കായിരുന്നു. കല്ലിശ്ശേരി വന്ന് അവിടെ പിന്നെ ഒരാടെ വീട്ടിൽ കിടന്നുറങ്ങി. കല്ലിശ്ശേരി വന്ന് അവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ കനാലിൽ കൂടെ രാവിലെ കയ്യിൽ കൊടുത്തോണ്ട് സാധനമല്ല അവിടെ വെച്ചിരിക്കുക. കനാലിനകത്തൂടെ കയറി ഇപ്പുറത്തെ വെള്ളത്തിൽ കൂടെ നീന്തി ഒരു പരുവത്തിൽ വീട്ടിൽ വന്നു. ഞാനിവിടെ വന്ന് രാവിലെ അന്നേരം ഇവിടെ എല്ലാം അടച്ചു വിട്ടിരിക്കുക. വീട്ടിൽ സാധനമെല്ലാം ഉണ്ടോ? അരി ഉപ്പ് മുളകെല്ലാം ഉണ്ടല്ലോ, പാല കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം. ഒന്നുമില്ല. ഓക്കെ, ഞാൻ എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് നീ ചെങ്ങന്ന് പോകണം. ഈ വെള്ളത്തിൽ കൂടെ ചെങ്ങന്ന് പോകണം. ഇവിടെ എങ്ങും ഇല്ല, ഈ കടകളിലെല്ലാം അടഞ്ഞു, സാധനമില്ല. നീ ചെങ്ങന്ന് പോകണം. പാലൊന്നും ഇല്ല ഇവിടെ. പല വീട്ടിലും പാലില്ലാത്തതിൻ്റെ ഒരു പ്രയാസം. കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ ബിസ്ക്കറ്റും ഒക്കെ. എന്നാലും ഒന്ന് ഞാൻ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങിയായിരുന്നു രാവിലെ. ഇത് പോട്ടെ. ഇതാണ് സ്ഥിതി. സഹായിക്കാൻ ഇതുവരെ ഒരാൾ പോലും ഈ മേഖലയിൽ വന്ന് ഒരന്വേഷണവും നടത്തിയിട്ടില്ല. അവരാരെയും കുറ്റം പറയുന്നില്ല. കാരണം സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമാണ്. അവരെല്ലാവരും ക്യാമ്പുകളിൽ വെള്ളം വീടുകൾക്കകത്ത് കയറി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സേഫാക്കാനുള്ള ശ്രമത്തിലുള്ള ഓട്ടത്തിലാണ്. അവരെല്ലാം അതിൻ്റെ പുറകെ ഓടുന്നു. നല്ല കാര്യമാണ്. ഈ സമയങ്ങളിൽ ഏറ്റവും ആവശ്യം അവർക്കാണ്. കുടിവെള്ളം ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു. പലരുടെയും കിണർ മൂടിപ്പോയി, ഈ വെള്ളം മുങ്ങി. അത് കാരണം കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് കാണാനിടയായി. അതുപോലെ തന്നെ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുമുണ്ട്. കാരണം നിലവിലുള്ള ടോയ്ലറ്റെല്ലാം വെള്ളത്താൽ മൂടപ്പെട്ട അവസ്ഥ. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് 18-ലെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഭയവും ആശങ്കയും ഒന്നുമില്ല. ധൈര്യം തന്നെയാണ്. ഇവിടെയും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങളുടെ മേഖലകളിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുക. കഴിയുമെങ്കിൽ അവരെ സഹായിക്കുക. ഇനി അതല്ല എങ്കിൽ ഞങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളെയും സഹായിക്കുക.